ഞാനൊരു വാക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ആ വാക്ക് സന്തോഷം എന്നാണ്. സമർപ്പിതർ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം സന്തോഷമുണ്ട്. ആഗോള കത്തോലിക്ക സഭയുടെ തലവനായ ഫ്രാൻസിസ് പാപ്പ കോൺസിക്രേറ്റഡ് ലൈഫ് ഇൻ ദ ചർച്ച് ടുഡേ എന്ന അപ്പസ്തോലിക ലേഖനത്തിലൂടെ 2014 നവംബർ 30 മുതൽ 2016 ഫെബ്രുവരി 2 വരെ സമർപ്പിത വർഷമായി പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ തിങ്ങി നിറഞ്ഞ വികാരമാണ് മേൽപ്പറഞ്ഞ വാക്കുകളിലൂടെ അദ്ദേഹം പ്രകടമാക്കിയത്. അതെ, സമർപ്പിതർ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സന്തോഷത്തോടെ ആദരവോടെ നിങ്ങളെ ഏവരെയും ലോഗോസ് സമർപ്പിത പ്രതിഭ 2015 സ്നേഹപൂർവം സഹർഷം സ്വാഗതം ചെയ്യുന്നു. അടുത്ത റൗണ്ട് സിസ്റ്റർ ഏഞ്ചൽ റോസിനോടുള്ള റൗണ്ടാണ്. ഈ റൗണ്ടിൽ നമ്മുടെ സ്പെക്ടേറ്റേഴ്സിന് പങ്കാളിത്തം ഉണ്ടായിരിക്കുന്നതല്ല. സിസ്റ്റർ ഏഞ്ചൽ റോസിനുള്ള റൗണ്ടിന്റെ പേര് കിങ്ഡം റൗണ്ട്. ഇവിടെ എൻ്റെ കയ്യിൽ കുറച്ച് കാർഡുകളുണ്ട്. ഈ കാർഡിൽ നിന്ന് സിസ്റ്റർ ഒരു കാർഡ് സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്യുന്ന കാർഡായിരിക്കും അച്ഛൻ പറഞ്ഞതുപോലെ സിസ്റ്ററിനുള്ള ക്വസ്റ്റ്യനിലേക്കുള്ള ചവിട്ടുപടി. സിസ്റ്റർ സെലക്ട് ചെയ്യുന്ന കാർഡ് യാതൊരു കാരണവശാലും മജീഷ്യനെ കാണിക്കുകയില്ല. അത് ഓഡിയൻസിനും സിസ്റ്ററിനും ബാക്കിയുള്ളവർക്കും കാണാൻ കഴിയും. ഞാനത് കാണുകയില്ല. പിന്നീട് പ്രത്യക്ഷപ്പെടുമ്പോഴാണ് അതിൽ അത്ഭുതമുള്ളാകുന്നത്. ഇപ്പോൾ കട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ കട്ടിയിരിക്കുന്ന ഏറ്റവും താഴത്തെ കാർഡ് ഈ കയ്യിലല്ല, ഈ കയ്യിലെ ഏറ്റവും താഴത്തെ കാർഡ് എടുത്തു നോക്കുക. ഏറ്റവും താഴത്തെ കാർഡ് എടുത്തു നോക്കുക. എന്നെ കാണിക്കരുത്. ഇനി അത് കമഴ്ത്തി വെക്കുക. ഇവിടെ എവിടെയെങ്കിലും വെച്ചോളൂ. അതെ, ഇത് നിരവധി ആളുകളുടെ ഇടയിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടു പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ശരിയായ രീതിയിൽ നമ്മൾ ഇത് കുടുക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി അതെവിടെയാണ് സിസ്റ്ററിന്റെ കാർഡ് നഷ്ടപ്പെട്ടു പോയതെന്ന് എനിക്കോ നിങ്ങൾക്കോ ആർക്കും അറിയില്ല. ഇതുപോലെയാണ് നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിലേക്ക് പോയിട്ട് നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. പക്ഷേ നഷ്ടപ്പെട്ടിരുന്നതെന്ന് തീർച്ചയായിട്ടും തമ്പുരാൻ നമ്മളെ അതിൻ്റെ എത്ര തന്നെ നിങ്ങൾ കുത്തൊഴിഞ്ഞു പോയാലും ശരി, അവിടെ നിന്നെല്ലാം തമ്പുരാന് നമ്മളെ തിരികെ ഇതുപോലെ കൊണ്ടുവരുവാൻ സാധിക്കും. നമ്മൾ നഷ്ടപ്പെട്ടു പോകേണ്ടവരല്ല. താങ്ക് യു. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. തിരുവചന സൂചകം പറയാനുള്ളതാണ് ആദ്യത്തെ ചോദ്യം. പേടകം പുറപ്പെട്ടപ്പോഴെല്ലാം മോശ പ്രാർത്ഥിച്ചു, കർത്താവേ ഉണരുക, അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അങ്ങയെ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ. പേടകം നിശ്ചലമായപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവെ അവിടുന്ന് ഇസ്രായേലിന്റെ 10,000ങ്ങളിലേക്ക് തിരിച്ചു വന്നാലും. സംഖ്യ 10:35-36. സംഖ്യ 10:35-36. തീർച്ചയാണോ? ഉറപ്പ്. സിസ്റ്റർ ആദ്യം മുതലേ ഭയങ്കര ഉറപ്പുള്ള സിസ്റ്ററാണ്. വെരി ഗുഡ്. അപ്പോൾ ഈ റൗണ്ടില് സിസ്റ്ററിന് എത്ര മാർക്ക്? 5 മാർക്ക് ലഭിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത ചോദ്യവും മജീഷ്യന്റെ സാന്നിധ്യത്തിലൂടെയാണ് നമ്മൾ കിടക്കുന്നത്. വീണ്ടും ഒരു കുത്ത് ചീട്ടുമായി മജീഷ്യൻ നിൽക്കുകയാണ്. ഇതിൽ നിന്ന് ഫ്രീ സെലക്ഷനാണ്. ഏഞ്ചൽ സിസ്റ്ററിന് ഞാനിങ്ങനെ ഡ്രിം ചെയ്യുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും വെച്ച് സ്റ്റോപ്പ് പറയാം. ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് സ്റ്റോപ്പ് പറയാം. റാൻഡം സെലക്ഷനാണ്. സ്റ്റോപ്പ്. ഇവിടെ വെച്ച് നിർത്തിയിരിക്കുകയാണ്. ഇതാ ഇപ്പോൾ ഇതിൽ കട്ട് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്തു നിന്നുള്ള കാർഡ് സിസ്റ്റർ എടുക്കുകയാണ്. എന്നെ കാണിക്കരുത്.
വീണ്ടും നമ്മൾ ഈ കാർഡിലേക്ക് തിരിച്ച് അതിനെ നിക്ഷേപിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നു. സിസ്റ്ററിന് ഇതിനകത്തേക്ക് വീണ്ടും തിരിച്ചു വയ്ക്കാം. നേരത്തെ വെച്ചതുപോലെ എവിടെയെങ്കിലും അത് നിക്ഷേപിക്കുക. ഇപ്പോൾ ഈ കാർഡ് ഏതാണെന്ന് ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചാൽ, എൻ്റെ കയ്യിൽ 3 കാർഡുകളുണ്ട്. സിസ്റ്ററിനും കൺഫ്യൂഷൻ ആകും സെലക്ട് ചെയ്ത കാർഡ് ഇതിനകത്തുണ്ട് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. സിസ്റ്റർ സെലക്ട് ചെയ്ത കാർഡ് ഇതിനകത്തുണ്ടോ? ഇല്ല. ഇല്ല. സിസ്റ്റർ പറയുന്നു ഇതിൽ സെലക്ട് ചെയ്ത കാർഡ് ഇല്ല എന്നാണ് സിസ്റ്റർ പറയുന്നത്. എൻ്റെ കയ്യിൽ 3 ചീട്ടുകളാണ് അവശേഷിക്കുന്നത്. അതെ, 3 കാർഡുകൾ. 1, 2, 3. ഇതിൽ മിഡിൽ കാർഡ് സിസ്റ്റർ ഒന്ന് എടുത്തോളൂ. ഇപ്പോൾ കാണിക്കരുത്. ഇപ്പോൾ മിഡിൽ കാർഡ് സിസ്റ്റർ എടുത്തിരിക്കുന്നു. അവശേഷിക്കുന്നത് 2 കാർഡുകളാണ്. അപ്പോൾ സിസ്റ്ററുടെ കയ്യിലുള്ള കാർഡ് ഏതാണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏത് കാർഡായിരിക്കും? അതെ, അത്ഭുതകരമായി അത് ചേഞ്ച് ആയിരിക്കുകയാണ്. താങ്ക് യു. സ്പേഡ് 3 അല്ലേ? അതിലാണ് സിസ്റ്റർ ആ ചോദ്യമാണ് സെലക്ട് ചെയ്തത് അല്ലേ? സുഭാഷിതങ്ങൾ 9, 17 മുതൽ 18 വരെ. 9-ാം അധ്യായം 18-ാം വാക്യം ആദ്യം പറയാം. എന്നാൽ അവളുടെ അതിഥികൾ പാതാളഗർത്തങ്ങളിലാണെന്നും അവളുടെ ഭവനം മരണത്തിലാണെന്നും അവളുടെ അതിഥികൾ പാതാളഗർത്തങ്ങളിലാണെന്നും ആരും അറിയുന്നില്ല. 9:17, 9:16. മോഷ്ടിച്ച ജലം മധുരവും രഹസ്യത്തിൽ തിന്ന അപ്പം രുചികരവുമാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. You really struggled and you enjoyed the resurrection. Very good. So congratulations. അപ്പോൾ രണ്ടാമത്തെ ചോദ്യവും കൃത്യമായി സിസ്റ്റർ ഉത്തരം പറഞ്ഞിരിക്കുന്നു. വീണ്ടും സിസ്റ്ററിനെ കൊണ്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. പത്തിനും 20-നും ഇടയിൽ ഏതെങ്കിലും ഒരു നമ്പർ സിസ്റ്റർ പറയുക. 10-നും പറയുക. 10-നും 20-നും ഇടയിൽ 15. 15. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. 15 കാർഡുകൾ സിസ്റ്ററിന് മുമ്പിൽ ഞാൻ കൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി 5 + 1 6. 1, 2, 3, 4, 5, 6. 6ാമത്തെ കാർഡ് സിസ്റ്റർ എടുത്തോളുക. ഏറ്റവും മുകളിൽ വെച്ചിരിക്കുന്ന കാർഡ് സിസ്റ്റർ എടുത്തോളുക. എന്നെ കാണിക്കരുത്. ഇനി ഓഡിയൻസിനെ കാണിക്കാം. ഓക്കെ, ഇനി കമഴ്ത്തി വയ്ക്കുക. ഇതിലെവിടെയെങ്കിലും നിക്ഷേപിക്കുക. ഇപ്പോൾ ആ കാർഡ് പരിപൂർണമായിട്ടും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അതേത് കാർഡാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മജീഷ്യന് മാത്രം അതറിയില്ല. എന്നാൽ മജീഷ്യന് ഇത് കണ്ടുപിടിക്കുന്നതിന് ഒരു വഴിയുണ്ട്. ഒരു കാലിയായിട്ടുള്ള ഫ്രെയിമാണ്, അതായത് പിക്ചർ ഫ്രെയിമാണ്. ഇതിൽ മജീഷ്യൻ പതുക്കെ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ആ കാർഡ് അവിടെ പ്രത്യക്ഷമായിരിക്കും. ഓക്കെ, താങ്ക് യു എവരിബഡി. താങ്ക് യു വെരി മച്ച്. And the question, clue. അപ്പോൾ പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണെന്ന് നിങ്ങൾ അറിയുകയും ആ അറിവിൽ നിലനിൽക്കുകയും ചെയ്യും. എപ്പോൾ? ഉദ്ധരിക്കുക. അപ്പോൾ പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണെന്ന് നിങ്ങൾ അറിയുകയും ആ അറിവിൽ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യും. എപ്പോൾ? നിങ്ങൾ എൻ്റെ വചനം നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും എൻ്റെ പ്രവർത്തികളിൽ വിശ്വസിക്കുവിൻ. അപ്പോൾ പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണെന്ന് നിങ്ങൾ അറിയുകയും ആ അറിവിൽ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യും. ഒന്നുകൂടി പറയാമോ? നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പ്രവർത്തികളിൽ വിശ്വസിക്കുവിൻ. അപ്പോൾ പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണെന്ന് നിങ്ങൾ അറിയുകയും ആ അറിവിൽ നിലനിൽക്കുകയും ചെയ്യും. The answer is, ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട. എന്നാൽ ഞാൻ അവ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും
ആ പ്രവൃത്തികളിൽ വിശ്വസിക്കുക. ഇനി അതിന്റെ ഉദ്ധരണി ഇത് പറയുക. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 36-37. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 37-38 വാക്യങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ ഞാനൊരു ആദ്യത്തെ ആ ഉദ്ധരണി പറഞ്ഞപ്പോൾ അതിൽ അവിടെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന കാര്യം പറയുന്നുണ്ട്. ഞാനൊരു മാർക്ക് അതിന് തരുന്നുണ്ട്. ഇനി അതിന്റെ ഉദ്ധരണി പറഞ്ഞപ്പോൾ 10-ാം അധ്യായം യോഹന്നാനാണെന്ന് പറഞ്ഞു, 10-ാം അധ്യായമാണെന്ന് പറഞ്ഞു. 37-ന്റെ ഒരു സൂചന അത് നിരന്തരം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ 3 മാർക്ക് അതിന് സംലഭ്യമാണ്. സിസ്റ്റർ ഏഞ്ചൽ റോസ് കിങ്ഡം റൗണ്ടിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നു 14 മാർക്സ്. ആദ്യത്തെ 2 റൗണ്ടുകൾക്കൊടുവിൽ നമ്മുടെ മത്സരാർത്ഥികൾ കരസ്ഥമാക്കിയിരിക്കുന്ന സ്കോർ ഇപ്രകാരമാണ്. സിസ്റ്റർ ഏഞ്ചൽ റോസ് SABS 29 പോയിന്റ്സ്, സിസ്റ്റർ ജിയോ തെരേസ് SABS 22.5 പോയിന്റ്സ്, സിസ്റ്റർ ബെറ്റി ലിറ്റിൽ അപ്പോസ്റ്റൽസ് ഓഫ് റിഡംഷൻ 15 പോയിന്റ്സ്, സിസ്റ്റർ ഏഞ്ചല തെരേസ് ഹോളി ഫാമിലി 18 points. Sister Vinita SABS 26.5 points. Sister Kripa Sacred Heart 17.5 points. എന്റെ ആത്മപ്രകാശനത്തെ ഞാൻ എല്ലായിടത്തും പോയി പ്രദർശിപ്പിച്ച് അതുളവാക്കുന്ന ഛായകളൊക്കെയും വർണ്ണോജ്വലമാക്കണമെന്നതാണ് നീ എനിക്ക് നൽകിയിരിക്കുന്ന മായികമായ നിയോഗം. ടാഗോറിന്റെ വരികളാണിവ. പ്രിയ സമർപ്പിതരെ, പ്രേക്ഷകരെ, ലോഗോ സമർപ്പിത പ്രതിഭ 2015ന്റെ അടുത്ത റൗണ്ട് ട്രാൻസിഷൻ റൗണ്ടാണ്. ഈ ട്രാൻസിഷൻ റൗണ്ടിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ റൗണ്ട് ഒരു റാപ്പിഡ് റൗണ്ടാണ്.
ഉപനിഷദങ്ങളിൽ ജ്ഞാനികളുടെ സൂക്തങ്ങൾ എന്ന് വിളിക്കുന്ന മൂന്നാം സമാഹാരമായ 23 മുതൽ 34 വരെയുള്ള ഭാഗം എന്തിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്? ജ്ഞാനിയായ മനുഷ്യൻ. റോങ് ആൻസർ. ഏഴാമത്തെ ചോദ്യം, KCBC കമ്മീഷൻ ഫോർ ബൈബിൾ ട്രാൻസ്ലേറ്റ്, ബൈബിൾ പ്രേക്ഷിതത്വത്തിനുള്ള KCBC കമ്മീഷൻ പുതിയ നിയമം മലയാളത്തിൽ അച്ചടിച്ച വർഷം 1975. 75. Wrong answer. I'm sorry. Unfortunately, you are wrong. And let's go to the last and the final question of this set. എട്ടാമത്തെ ചോദ്യം, അത് 5 മാർക്കുണ്ട്, സൂക്ഷിച്ച്. യോഹന്നാൻ 3-ലെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന കീവേഡ്സ് ഏവ? വീണ്ടും ജനിക്കൽ. വീണ്ടും ജനിക്കൽ അത്രേ അറിയാവൂ. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു അംശം ഉത്തരം പറഞ്ഞിരിക്കുന്നു. അതിന് പൂർണ്ണമായി മാർക്ക് ലഭിക്കില്ല, ഓഫ് കോഴ്സ്. അപ്പോൾ ഞാൻ അതിന്റെ ഉത്തരം ഇതാണ്: വീണ്ടും ജനിക്കൽ, ഉയർത്തപ്പെടൽ, പിതാവിന്റെ സ്നേഹം ആൻഡ് വിധി. അങ്ങനെ ഉള്ള പദങ്ങളാണ് നമുക്കവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് കീവേഡ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ സ്കോർ ആദ്യത്തെ 5 സെറ്റിൽ 2 മാർക്ക് വീതമുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിൽ ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് ആ റൗണ്ടിൽ നമുക്ക് 8 മാർക്ക് ലഭിക്കുന്നു. അവസാനത്തെ ചോദ്യത്തിന് മാത്രമാണ് പിന്നീട് ഉത്തരം പറഞ്ഞത്. അതും പൂർണ്ണമല്ലായിരുന്നു. അത് 1, 2, 3, 4, 5 വാക്കുകൾ പറയണമായിരുന്നു. 5 മാർക്കായിരുന്നു. ഒരെണ്ണം പറഞ്ഞു. അതുകൊണ്ട് 1 മാർക്ക് 16 റൗണ്ടിൽ ലഭിക്കുന്നു. 9 മാർക്ക്. ഒന്നാമത്തെ ആ സെറ്റില് വലിയ കുഴപ്പമില്ലാതെ സാമാന്യം ഭേദപ്പെട്ട മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു. അഭിനന്ദനങ്ങൾ. അടുത്ത സെറ്റ് നമ്മുടെ സിസ്റ്റർ ജിയോ തെരേസിനോടാണ്. സിസ്റ്റർ റെഡിയാണെന്ന് തോന്നുന്നു അല്ലേ? വളരെ ശാന്തഭാവത്തിലൂടെ ഇരിക്കുന്നു. ഏത് ചോദ്യം വന്നാലും പടിപടിയായിട്ടും മണിമണിയായിട്ടും ഉത്തരം പറഞ്ഞ് പടിപടിയായി കയറി പോകാൻ സന്നദ്ധയായിട്ടിരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നു. റെഡി? ഓക്കെ, ഗോ അഹെഡ്. ദാറ്റ്സ് വാട്ട് യുവർ റെസ്പോൺസ്. ഓക്കെ. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എന്റെ പിതാവിന്റെ ഇഷ്ടം. ആ വാക്യത്തിന്റെ തുടർന്നുള്ള ഭാഗം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. ഞാൻ അവനെ ഉയർപ്പിക്കുകയും ചെയ്യും. വെരി ഗുഡ്, ദാറ്റ്സ് റൈറ്റ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം, സ്നാപക യോഹന്നാൻ യേശുവിൽ ദൈവത്തിന്റെ കുഞ്ഞാടിനെ ചൂണ്ടിക്കാണിക്കുന്ന ഭാഗം, തിരുവചന സൂചകം നൽകുക. യോഹന്നാൻ 1:36. അത് 1:36. അത് പാർഷ്യലി റൈറ്റ്. നമുക്ക് പിന്നാലെ മാർക്ക് പറയാം. യോഹന്നാൻ 6-ൽ അപ്പം വർദ്ധിപ്പിക്കൽ, കടലിന് മീതെ നടക്കൽ എന്നീ 2 അടയാളങ്ങളുണ്ട്. അവയുടെ പഴയ നിയമ പ്രതിരൂപങ്ങൾ ഏവ? പുറപ്പാട് സംഭവം, ചെങ്കടൽ കടക്കുന്നതും മന്ന വർഷിക്കുന്നു. വെരി ഗുഡ്, you gave the right answer. And നാലാമത്തെ ചോദ്യം, യൂദാസിന്റെ ലേഖനത്തില് 8-ാമത്തെ വാക്യം. ഒരു അധ്യായമേ ഉള്ളൂ, അതുകൊണ്ട് 8-ാം വാക്യം പറയുന്നു: സ്വപ്നങ്ങളിൽ നിമഗ്നരായിരിക്കുന്ന ഈ മനുഷ്യർ ശരീരത്തെ അശുദ്ധമാക്കുകയും അധികാരത്തെ തള്ളിപ്പറയുകയും മഹിമ അണിഞ്ഞവരെ നിന്ദിക്കുകയും ചെയ്യും. Oh, you are right again. Congratulations. And അടുത്ത ചോദ്യം, 5-ാമത്തേത്, വീണ്ടും എന്നും മുകളിൽ നിന്നും എന്നും അർത്ഥമുള്ള ഗ്രീക്ക് പദം അനത്തോൺ. അനുഥൻ. ഓക്കെ, യു ആർ റൈറ്റ്. അടുത്തത് 6-ാമത്തെ ചോദ്യം. ഇതിന് 4 മാർക്കാണ്. 6ഉം 7ഉം ചോദ്യങ്ങൾക്ക് 4 മാർക്ക് ഇതാണ്. ശ്രദ്ധിച്ചു പറയണം. സുഭാഷിതങ്ങൾ 22:17 മുതൽ 24:34 വരെയുള്ള 3-ാമത്തെയും 4-ാമത്തെയും സമാഹാരങ്ങൾക്ക് എന്തുമായിട്ടാണ് സാമ്യമുള്ളത്? ഈജിപ്തിലെ കൃതികൾ. ഈജിപ്തിലെ. ദാറ്റ്സ് റോങ്. 7-ാമത്തെ ചോദ്യം, കർദിനാൾ വലേറിയൻ ഗ്രേഷ്യസ് സ്ഥാപിച്ച നാഷണൽ സെന്റർ ഫോർ ലിറ്റർജി ആൻഡ് കാറ്റഗസിസ്, അതായത് NCLC, നാഷണൽ ബിബ്ലിക്കൽ കാറ്റഗറ്റിക്കൽ ആൻഡ് ലിറ്റർജിക്കൽ സെന്റർ NBCLC ആയ വർഷം? 1990. Oh, I'm sorry. Unfortunately, it's wrong. And 8th and the final question. Ready? യോഹന്നാന്റെ സുവിശേഷത്തിലെ 7 അടയാളങ്ങളിൽ ആദ്യത്തേതിലും അവസാനത്തേതിലും വിവരണവേളയിൽ സുവിശേഷകൻ ആവർത്തിക്കുന്ന ഒരു കാര്യം? ദൈവത്തിന്റെ മഹത്വം വിശ്വസിക്കുക. ഓക്കെ, യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അപ്പോ രണ്ടാമത്തെ റൗണ്ടില് സിസ്റ്ററിന് എല്ലാ ചോദ്യങ്ങൾക്കും കൂടി 12.5 മാർക്ക് ലഭിച്ചിരിക്കുന്നു. സാമാന്യം നല്ലൊരു സ്കോറാണ് ഈ രണ്ടാമത്തെ സെറ്റില് സിസ്റ്റർ സ്കോർ ചെയ്തിരിക്കുന്നത്. പ്രത്യേകം അഭിനന്ദനങ്ങൾ. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ അടുത്ത സെറ്റ് ചോദ്യം നമ്മുടെ സിസ്റ്റർ ബെറ്റി. യോഹന്നാൻ 6:25 ജനങ്ങൾ യേശുവിനോട്, റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ യേശുവിന്റെ മറുപടി, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. വെരി ഗുഡ്, യു ആർ റൈറ്റ്.
രണ്ടാമത്തെ ചോദ്യം, നീ യോഹന്നാന്റെ പുത്രനായ ശിമയോനാണ്, കേപ്പ പാറ എന്ന് നീ വിളിക്കപ്പെടും. തിരുവചന സൂചകം നൽകുക. 1:42. യു ആർ റൈറ്റ്. ഗോ അഹെഡ്. മൂന്നാമത്തെ ചോദ്യം, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആരംഭത്തിലും ഒടുവിലും ഈ സുവിശേഷത്തിന്റെ വ്യാഖ്യാനത്തിലുള്ള താക്കോലുകൾ കാണാം. അവയിൽ ഒടുവിൽ കാണുന്ന താക്കോൽ ഏത്? സൂചകം നൽകുകയോ വിശദാംശം നൽകുകയോ ചെയ്യാം. 21:25. റോങ്. അടുത്ത ചോദ്യം, അവർ നിങ്ങളുടെ സ്നേഹവിരുന്നുകൾക്ക് കളങ്കമാണ്. ആര്? സ്വന്തം കാര്യം മാത്രം നോക്കി തിന്നു കുടിച്ച് മതിക്കുന്നവർ. ഓക്കെ. ആത്മാവിൽ അസ്വസ്ഥമാവുക, ഹൃദയം അസ്വസ്ഥമാവുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം തറാസൈ. യു ആർ റൈറ്റ്. യൂദ രാജാവായ ഹെസക്കിയായുടെ ആളുകൾ പകർത്തിയ സോളമന്റെ സുഭാഷിതങ്ങൾ ഏതൊക്കെ? 25:1 മുതൽ 29-27 വരെയുള്ള. യു ആർ എക്സ്ട്രീംലി റൈറ്റ്. ഗുഡ്. ഏഴാമത്തെ ചോദ്യം, KCBCയുടെ കാര്യാലയമായ POC ഉദ്ഘാടനം ചെയ്ത വർഷം? 1968 ഫെബ്രുവരി 19. വെരി ഗുഡ്. ഞാൻ വർഷമേ ചോദിച്ചുള്ളൂ, ആ ദിവസം കൂടി പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. എട്ടാമത്തെ ചോദ്യം, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. യേശുവിന്റെ പ്രാർത്ഥനയോടുള്ള ദൈവപിതാവിന്റെ പ്രത്യുത്തരത്തിന്റെ അർത്ഥം എന്ത്? ദൈവസാന്നിധ്യമാണ് സൂചിപ്പിക്കുന്നത്. ഇടിമുഴക്കം ദൈവസാന്നിധ്യം സൂചിപ്പിക്കുന്നു. ദൈവദൂതന്റെ സ്വരമുണ്ടായി എന്ന് പറയുന്നത് ദൈവം മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെടുന്നതിനെ സൂചിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി പറയാമോ? ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. യേശുവിന്റെ പ്രാർത്ഥനയോടുള്ള ദൈവപിതാവിന്റെ പ്രത്യുത്തരത്തിന്റെ അർത്ഥം എന്ത്? ഈ പ്രത്യുത്തരത്തിന്റെ അർത്ഥം എന്ത്? ഈശോയുടെ മഹത്വം. പിതാവ് ഈശോയെ മഹത്വപ്പെടുത്തും. ഉത്ഥാനത്തെ കുറിച്ച്. ഓക്കെ, യുവർ ടൈം ഈസ് ഓവർ. സോ കൺഗ്രാറ്റുലേഷൻസ്. നമുക്ക് ഇപ്പോൾ സിസ്റ്റർ സാമാന്യം നല്ല സ്കോർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകം അഭിനന്ദനങ്ങൾ. 16 മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് സിസ്റ്റർ നല്ലൊരു സ്കോറാണ്. സിസ്റ്റർ ആഞ്ചല തെരേസിനോടാണ് അടുത്ത ചോദ്യം. ആർ യു റെഡി ഫോർ ദ ഫൈറ്റ്? ഓക്കെ, തിരുവചന വാളുമായി ഇങ്ങനെ ഫൈറ്റിന് റെഡി ആയി നിൽക്കുന്ന സിസ്റ്റർ. ഒന്നാമത്തെ ചോദ്യം, അവനെ പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്ന് സേവകർ പറഞ്ഞപ്പോൾ ഉണ്ടായ പുരോഹിത പ്രമുഖന്മാരുടെയും ഫരിസേയരുടെയും ശപിച്ചുകൊണ്ടുള്ള പ്രതികരണം കേട്ട നിക്കോദേമോസ് അവരോട് ചോദിച്ചതെന്തായിരുന്നു? ഒരാളുടെ വാക്ക് ഒരാൾ എന്താണ് പറയുന്നതെന്ന് അറിയാതെയും അവന് എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? പാർഷ്യലി റൈറ്റ്. സഫർനാമിലെ രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തുന്ന സംഭവം യോഹന്നാന്റെ സുവിശേഷത്തിൽ ഏത് ഭാഗത്താണ്? 5-ാം അധ്യായം. ഉറക്കെ പറയുക. 5-ാം അധ്യായം. യു ആർ റോങ്. 4-ാം സുവിശേഷത്തിൽ 98 തവണയും സമവീക്ഷണ സുവിശേഷത്തിൽ 38 തവണയും ഉപയോഗിക്കപ്പെടുന്ന പദം? വിശ്വസിക്കുക. പാർഷ്യലി റൈറ്റ്, ഐ വുഡ് സേ. അടുത്തത്, അവർ തങ്ങളുടെ ലജ്ജയുടെ നുരയുയർത്തുന്ന ഉന്മത്ത തരംഗങ്ങളാണ്, വഴിതെറ്റിപ്പോകുന്ന നക്ഷത്രങ്ങളാണ്. അവർക്ക് വേണ്ടി അന്ധകാരഘട്ടങ്ങൾ എന്നേക്കും തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. വെരി ഗുഡ്, യു ആർ റൈറ്റ്. എന്താണ് എർഗ എന്ന ഗ്രീക്ക് പദം അർത്ഥമാക്കുന്നത്? ഓക്കെ. സുഭാഷിതങ്ങളുടെ ഹീബ്രു ശീർഷകം? മഹലേഷ് ലെമോ. ഒന്നുകൂടെ. മഹലേഷ് ലെമോ. Partially right. World Catholic Federation of Bible Apostolate, WCFBA, സ്ഥാപിതമായ വർഷം? 1968. You're wrong. എന്താണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്ന സഭാവിജ്ഞാനീയം എന്ന് വ്യക്തമാക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്ന സഭാവിജ്ഞാനീയം? യേശു ദൈവപുത്രനാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നതിനും ആ വിശ്വാസത്തിലൂടെ നിത്യജീവൻ നേടുന്നതിനും വേണ്ടിയുള്ളതാണ്. അത്ര വലിയ സുഖകരമായ ആൻസർ അല്ലായിരുന്നു ഒടുവിൽ പറഞ്ഞത്. എങ്കിലും നമുക്ക് മാർക്ക് ടോട്ടലിലേക്ക് പോകാം. സിസ്റ്ററിന് ഒന്നാമത്തെ ചോദ്യം ഒരു പകുതിയാണ് യഥാർത്ഥത്തിൽ ഒരു ഉത്തരം പറഞ്ഞത്, അല്ലേ? ഒരു പകുതി ഉത്തരമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും
അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് പകുതിയെ ശരിയായുള്ളൂ, അതുകൊണ്ട് 1 മാർക്ക് തരുന്ന. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം പൂർണ്ണമായും തെറ്റിപ്പോയിരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യത്തിന് ഫുൾ മാർക്കുണ്ട്. നാലാമത്തെ ചോദ്യത്തിന് ഫുൾ മാർക്കുണ്ട്. അഞ്ചാമത്തെ ചോദ്യം തെറ്റിപ്പോയി. ആറാമത്തെ ചോദ്യം ഒരു ഷ്ലോമോ എന്ന് പറഞ്ഞത് കറക്റ്റ് ആണ്. പിന്നെ മിഷ്ലേ ഷ്ലോമോ അല്ലേ? ഓക്കെ, 2 മാർക്ക്. വെരി ഗുഡ്. ഏഴാമത്തേതും തെറ്റിപ്പോയി. എട്ടാമത്തെ ഉത്തരം ഞാൻ വായിക്കാം. യേശു ക്രിസ്തുവാണെന്നും ദൈവപുത്രനാണെന്നും വിശ്വസിക്കുന്നവൻ, അതായത് ഇത് എക്ലേഷ്യൽ സ്വഭാവമാണ് കാണിക്കുന്നത്. അതായത് സഭാവിജ്ഞാനിയൻ വിശ്വസിക്കുക വഴി അവരൊരു ക്രിസ്തുവിന്റെ കുടുംബത്തിലെ അംഗങ്ങളായി തീർന്നു എന്നുള്ളതാണ്. അതാണ് എക്ലേസ്യ. ആ ഒരു എക്ലേസ്യൽ സ്വഭാവം അത് വന്നില്ല. വിശ്വസിക്കുന്നു എന്ന് വന്നു, അത്ര വന്നുള്ളൂ. പക്ഷേ ആ എക്ലേസ്യാലിറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ഒരു കുടുംബത്തിലെ അംഗമായി തീരുന്നു. യേശുവിന്റെ കുടുംബത്തിലെ അംഗമായി ഞാൻ തീരുന്നതാണ് എക്ലേസ്യൽ സ്വഭാവം. അത് പറയണമായിരുന്നു. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞില്ല. ആഞ്ചല സിസ്റ്റർ, കൺഗ്രാറ്റുലേഷൻസ്. മണ്ണക്കിനാട് സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയിലെ വികാരി ഫാദർ തോമസ് കിഴക്കേലിന്റെ കൂടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ലോഗോസ് ക്വിസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അച്ഛന്റെ അഭിപ്രായം എങ്ങനെയാണ്? ഞങ്ങൾക്ക് ലോഗോസ് ക്വിസ് എന്ന് പറയുന്നത് ഒരു മത്സരം എന്നുള്ളതല്ല. ശരിക്കും ഈ ലോഗോസ് ക്വിസ് വന്നതിന് ശേഷമാണ് നമ്മുടെ ആളുകൾ ബൈബിളിനെ കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നത്. കൊച്ചുകുട്ടികൾക്ക് പോലും ബൈബിളിലെ ഭാഗങ്ങൾ, ബൈബിള് ആദ്യം മുതൽ അവസാനം വരെ എന്തൊക്കെയാണ് കൊച്ചുകുട്ടികൾക്ക് മുതൽ മുതിർന്നവർ വരെ അറിയാൻ സാധിക്കും. ഈ ലോഗോസ് ക്വിസ് വന്ന പിന്നെ ഈ ഇടവകയിൽ 7 പേര് ബൈബിള് മുഴുവനായിട്ട് എഴുതിയിട്ടുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ അവരെ കൈപ്പടയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, കഴിഞ്ഞ വർഷം കൊടുത്തത്. അങ്ങനെ ലോഗോസ് ക്വിസ് കൊണ്ട് ഒരു മത്സരം എന്നതിനേക്കാൾ ഉപരി ഒരുപാട് മനുഷ്യർക്ക് ബൈബിളിനെ നന്നായിട്ട് പരിചയപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ. ദൈവാലയ കവാടത്തോട് ചേർന്നുള്ള ചെറിയ മുറിയെ സൂചിപ്പിക്കുന്ന ഗ്രീക്ക് പദം, സത്യം എന്ന വാക്കിന്റെ ഹീബ്രു പദം, പട്ടണക്കാട് CLC പബ്ലിക്കേഷൻസിൽ നിന്നും എറണാകുളം സത്യപ്രകാശിനി പ്രസിൽ നിന്നും 2 വിവർത്തനങ്ങൾ ഒരേ വർഷം ഇറങ്ങി. വർഷം ഏത്? ഏത് ചോദ്യത്തിന് ഉത്തരം പറയുന്നത്? അറിയില്ല. രണ്ടും അറിയില്ല. 1955. യു ആർ റോങ്. അതുകൊണ്ട് ഈ റൗണ്ടിലെ അടുത്ത സെക്ഷനിലേക്കുള്ള പ്രവേശനം അതോടുകൂടെ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. KCBC കമ്മീഷൻ എന്ന പേരിൽ KCBC ബൈബിൾ കമ്മീഷൻ രൂപം കൊണ്ട വർഷം 1976. ആർ യു ഷുവർ?